ഹൈസ്കൂൾ വിഭാഗം ചാക്യാർകൂത്ത് താരസമ്പന്നമായത് മിന്നൽ മുരളിയുടെ മരുമോൻ എത്തിയപ്പോഴാണ്. പ്രസാദ് കാളിദാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വേദി 7 ചാക്യാർകൂത്ത് കാണാൻ വന്നതാണ്. അപ്പം മത്സരം ഇങ്ങനെ കണ്ട് നാലാമത്തെ മത്സരാർത്ഥി അങ്ങോട്ട് വേദിയിലോട്ട് കയറിയപ്പം കേട്ട് പരിചയമുള്ള നല്ല സൗണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ആളെ പിടികിട്ടിയത്. എന്തായാലും ഒരു ഇൻട്രോ സോങ്ങോടുകൂടി നമുക്ക് ആ പരിപാടി തുടങ്ങാം. തീ മിന്നൽ തിളങ്ങി കാറ്റിൻ ഗോളും നമ്മുടെ മിന്നൽ വസിച്ചിട്ട് അറിയാലോ. ആ വിളി ഒന്ന് വിളിച്ചാൽ ആ വിളി വിളിച്ചാലേ ചിലപ്പോൾ വരത്തുള്ളൂ. കാരണം അത് വെച്ചിട്ടാണ് ആ സൗണ്ട് വെച്ചിട്ടാണ് ഞാൻ പിടിച്ചത്. മാമ അത് തന്നെ, അതാണ്. അങ്ങനെയാണ് നമ്മുടെ വസിഷ്ഠിൻ്റെ കുറേ വിശേഷങ്ങൾ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല അടിപൊളി മത്സരമായിരുന്നു. എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. ഞാനും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിരുന്നു, നല്ല പ്രകടനമായിരുന്നു. എന്തായാലും ഇനി മത്സരം നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഇനിയിപ്പം മറ്റു മത്സരങ്ങളൊക്കെ ഉണ്ടല്ലേ? എല്ലാ മത്സരങ്ങളും ഉണ്ട്. എല്ലാവരും നന്നായി ചെയ്യട്ടെ. ഇനിയിപ്പം വസിഷ്ഠിന് ഏതാ ഐറ്റം ബാക്കിയുള്ള? എനിക്കിനി ഒന്നുമില്ല. ചാക്യാർകൂത്താണ് സ്റ്റേറ്റ്. അതെ. എത്ര കൊല്ലമായിട്ട് ഇത് പഠിക്കുന്നു? കഴിഞ്ഞ കൊല്ലം പഠിച്ചു തുടങ്ങി. അപ്പം ഇനിയിപ്പം ഉള്ള കലോത്സവങ്ങളിലൊക്കെ ചാക്യാർകൂത്ത് സ്പെഷ്യലൈസ് ചെയ്ത് അതാണ് ആഗ്രഹം. അതെ. അതല്ലാതെ മറ്റ് പെർഫോമൻസുകൾ പുറത്തൊക്കെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? അവതരിപ്പിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. എന്ന് പറയുമ്പോൾ ഞാൻ ചാക്യാർകൂത്ത് വെറും കലോത്സവത്തിൽ വെറുതെ ചെയ്യാൻ വേണ്ടി മാത്രം പഠിച്ചതാണ്. ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കുറേ വേദികൾ കിട്ടിച്ച് ഞാൻ എന്തായാലും ചെയ്യും. ഇടയ്ക്ക് ഒരു നാടക പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഈ മുടിയൊക്കെ വെട്ടാത്തതിന്റെ കാരണമൊക്കെ അതായിരുന്നു. ഉണ്ടോ ഇപ്പോഴും നാടകം ഇക്കൊല്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സബ് ജില്ലയിൽ സെക്കൻഡ്. മുടി വെട്ടിയോ? മുടി ഇപ്പോഴും തന്നെയാണോ? ചെറുതായി വെട്ടി, ഒന്ന് ഷോർട്ടാക്കി. അതെ. അപ്പൊ ഇനിയിപ്പോ ഉണ്ട്, നാടകങ്ങളൊക്കെ ഉണ്ട്. ഇക്കൊല്ലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ജില്ലയിൽ സെക്കൻഡ് കിട്ടി. ജസ്റ്റ് ബിസിനസ് സ്റ്റേജിൽ പോയി. ഇപ്പോൾ പിന്നെ ചാക്യാർകൂത്ത് അതിന് എനിക്ക് സംഭവിച്ച് കഴിഞ്ഞ കൊല്ലം ജസ്റ്റ് ബിസിന് സ്റ്റേറ്റ് പോയി. ഇക്കൊല്ലം എന്തായാലും സ്റ്റേറ്റിലെത്തി. അടിപൊളിയാണ്. ഇവിടെ ജില്ല ഏതായിരുന്നു? പാലക്കാട്. കപ്പ് പ്രതീക്ഷയുണ്ടോ? എന്തായാലും കാണും. എനിക്കറിയാം. പ്രതീക്ഷയാണോ എന്ന് എനിക്കറിയില്ല. പ്രതീക്ഷിക്കണ്ടോ അറിയില്ല, എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല ഇതിനെ കുറിച്ചിട്ട്. പക്ഷെ നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. പാലക്കാട് ജില്ലയ്ക്ക് തന്നെ കപ്പ് കിട്ടണം എന്നുള്ളത്. അതെ. അപ്പൊ നാളെയോടെ പോയിന്റുകളൊക്കെ ഒന്ന് അനങ്ങും. അപ്പൊ നമുക്കറിയാം ആർക്കൊപ്പമാണ് അല്ലെങ്കിൽ ആര് കപ്പ് ഉയർത്തും എന്നുള്ളതുണ്ട്. അതെ. അപ്പൊ എന്തായാലും ഒരു പോയിന്റെങ്കിലും പങ്കുവയ്ക്കാൻ പറ്റുന്ന അതിനൊരു വലിയ കാര്യം. തീർച്ചയായും. എന്തായാലും എ ഗ്രേഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മത്സരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ എത്രയാണെങ്കിലും നമുക്കത് സന്തോഷമേ ഉള്ളൂ അല്ലേ? അതെ, തീർച്ചയായും. അതെ. വസിഷ്ഠാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. വളരെയധികം നന്ദി വസിഷ്ഠ. ഇനി ഏതാ വരാൻ പോകുന്ന സിനിമ? ബസൂക്ക വരുന്നുണ്ട്. മമ്മൂക്കയുടെ ഒന്ന് കോപ്പങ്കൾ. അതില് ഞാനും ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട്. അപ്പൊ കുറച്ചധികം പടം വരുന്നുണ്ട്. അപ്പം ധ്യാൻ ചേട്ടനെ പോലെ തിരക്കുള്ള നടനാണ് ഇപ്പോ സിനിമ കൊണ്ട് തിരക്കല്ല, പക്ഷെ സ്കൂളും ഇതൊക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 9th. എവിടെ? സ്കൂൾ ഏതായിരുന്നു? TRK HSS വാണിയംകുളം. ഓക്കെ. അപ്പം അടിപൊളിയാക്കുക. ചാക്യാർകൂത്ത് മുന്നോട്ട് കൊണ്ടുപോവുക, സിനിമാഭിനയം മുന്നോട്ട് കൊണ്ടുപോവുക, പഠിത്തവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതെ, തീർച്ചയായും. അങ്ങനെ വസിഷ്ഠാണ് നമ്മളോട് ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരു താര സാന്നിധ്യമായിരുന്നു. എന്തായാലും ചാക്യാർകൂത്തിലൂടെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമുണ്ട്. കൂടെ സിനിമാഭിനയം കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പഠിത്തവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നല്ലേ? നന്നായിട്ട് പോകുന്നുണ്ട്. അതും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ചാണ്. പാലക്കാട് കാലങ്ങൾ നോക്കുമ്പം പാലക്കാടിന് വലിയ പങ്കുണ്ട്. പലതവണ കപ്പ് ഉയർത്തിയിട്ടുണ്ട് പാലക്കാട്. എന്തായാലും ആ പ്രതീക്ഷ പാലക്കാടിനൊപ്പം ഒരു വിജയപ്രതീക്ഷ വസിഷ്ഠിനുമുണ്ട്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.